ഹായ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് SC. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 10 ബ്യൂട്ടിഫുൾ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. ഈ വാക്കുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കോൺവെർസേഷനുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിൽ എല്ലാ വേർഡ്സിൻ്റെയും എക്സാമ്പിൾസ് ഏറ്റവും ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് മനസ്സിലാകാൻ അത് എഴുതിയെടുക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വേർഡ്സുകൾ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസ് നോക്കി എഴുതുക. ഒപ്പം തന്നെ ഇത് നിങ്ങളുടെ വൊക്കാബുലറി ഡയറിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സായിട്ട് ഇന്ന് കോണ്ടംപററി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ്സായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. എനിക്കും ഇത് ഒരു പുതിയ അറിവ് പോലെ കിട്ടിയതാണ്. ഇതിലൊന്ന് 3-4 വേർഡ്സ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതി ഞാൻ ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ഞാൻ പറയുന്നത് ഏതാണെന്നറിയോ? നിങ്ങൾക്ക് ഈ വാക്ക് വളരെ ഒരു പുതിയ അനുഭവമായിരിക്കും. നോമോഫോബിയ. നോമോഫോബിയ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സാധാരണ ഫോബിയ എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെങ്കിലും ഭയമാണ് അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള, ഇപ്പം മൊബൈൽ ഫോൺസിന് ഫോബിയ ആണെങ്കിൽ നമുക്കറിയാം അത് മൊബൈൽ ഫോൺ എടുക്കാനുള്ള ഭയമാണെന്ന്. പക്ഷേ ഇവിടെ നോമോഫോബിയ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ കയ്യിലില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയമാണ് നോമോഫോബിയ. ഓക്കെ, അതായത് she has a nomophobia. She can go anywhere without her mobile phone. മൊബൈൽ ഫോൺ ഇല്ലാതെ എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നോമോഫോബിയ. ഫസ്റ്റ് വേർഡ് മനസ്സിലായല്ലോ. അടുത്ത് നോക്കൂ, അതും നമ്മുടെ ഇന്നത്തെ ലോകവുമായിട്ട് വളരെയധികം ബന്ധമുള്ള സിറ്റുവേഷൻഷിപ്പ്. സിറ്റുവേഷനും ഷിപ്പുമാണത്. അതായത് സിറ്റുവേഷൻ എന്ന വേർഡിൽ നിന്നും റിലേഷൻഷിപ്പിൽ നിന്ന് ഷിപ്പുമായിട്ട് ചേർത്തിട്ടുള്ള വാക്കാണ് സിറ്റുവേഷൻഷിപ്പ്. അതായത് ദാറ്റ്സ് എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് that have no boundaries, okay, or commitment with anyone. That is maybe a male or a female. പക്ഷേ ആരുമായിട്ടും ഒരു അതിർവരമ്പുകളില്ലാത്ത ബന്ധങ്ങൾ. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ റിലേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സിറ്റുവേഷൻഷിപ്പ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാവുന്നത് ഏതാണെന്നറിയോ? വേർഡ് പോലെ തന്നെ ക്ലിങ്, ഹോൾഡ് ടൈറ്റ്ലി. ഇപ്പം രണ്ടുപേരൊന്നിച്ച് കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ് ക്ലിങ്. ഓക്കെ, പക്ഷേ അതിന് ക്ലിങ്ങി അല്ലെങ്കിൽ ക്ലിഞ്ചി എന്നൊക്കെ പറയുന്നൊരു വേർഡ് കൂടെ അതിനോടൊപ്പം ഉണ്ട്. അതായത് ഒരാൾ മറ്റൊരാളെ വളരെയധികം ഒത്തിരി അങ്ങ് ആശ്രയിക്കുന്നു, ഡിപ്പെൻഡിങ് അനദർ പേഴ്സൺ, അതാണ് ക്ലിങ്ങി എന്ന് പറയുന്നത്. ഓക്കെ, ആ വേർഡ് പോലെ തന്നെ ക്ലിങ്, ഹോൾഡ് ടൈറ്റ്ലി. ഓക്കെ, നെക്സ്റ്റ് വേർഡാണ് elsewhere. elsewhere. ഓക്കെ, ഈ ഒരു ഒറ്റ എക്സാമ്പിളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. The restaurant is fully booked. We will have to go somewhere else. That's elsewhere. Okay, somewhere else means നെക്സ്റ്റ് വേർഡാണ് elsewhere. ഈ തരുന്ന ഒരൊറ്റ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. The restaurant is fully booked. We will have to go elsewhere. ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ? സംവെയർ എൽസ്, ദാറ്റ് ഈസ് എൽസ്വെയർ. ഓക്കെ, എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ്. നെക്സ്റ്റ് വേർഡ് ഈസ് കേക്ക്, ഗിഗ്. സ്പെല്ലിംഗ് പോലെ തന്നെ വേർഡും വളരെ ഒരു മ്യൂസിക്കൽ കൺസേർട്ടിനൊക്കെ നമുക്ക് ഗിഗ് എന്ന് പറയാം. അതായത് ഒരു പോപ്പ് ഗിഗ്, റോക്ക് ഗിഗ്, ജാസ് ഗിഗ് എന്നൊക്കെ പറയുന്ന, അതായത് ഒരു മ്യൂസിക്കൽ കൺസേർട്ടാണ്. ഓക്കെ, അതിനാണ് ഗിഗ് എന്ന് പറയുന്നത്. ആ ഒരു മ്യൂസിക്കൽ കൺസേർട്ട് എന്നതിന് ഒറ്റ വേർഡാണ് ഗിഗ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഈസ് ഡെലിബറേറ്റ്. ഡെലിബറേറ്റ്. ഓക്കെ, അതായത് ദ ടീച്ചർ ഡെലിബറേറ്റ്ലി മെയ്ഡ് എ മിസ്റ്റേക്ക് ടു അണ്ടർസ്റ്റാൻഡ് ബൈ ദ സ്റ്റുഡൻസ്. ഓക്കെ, കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ടീച്ചർ ഡെലിബറേറ്റ് ആയിട്ട്, ഇൻറ്റൻഷനലായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു മിസ്റ്റേക്ക് വരുത്തി. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെലിബറേറ്റ് എന്നാൽ ഇൻറ്റൻഷണൽ. ഓക്കെ, ഡൺ ഓൺ പർപ്പസ് എന്നർത്ഥമാണ് ഡെലിബറേറ്റ്. ഓക്കെ,
നെക്സ്റ്റ് ഈസ് ഇഫ് യു നോ ഐ തിങ്ക് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കിതിൽ അറിയാവുന്ന വേർഡുകൾ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകൾ നിങ്ങൾ അവിടെ അതും പ്രത്യേകമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാനും മറക്കാതിരിക്കുക. കോർ, CORE, core. The core of the subject. The core of the subject means the central idea of the subject. അല്ലെങ്കിൽ the more important idea of the subject ആണ് core. The core fact എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. Core belief. His core belief is his attitude. Okay. Next word is an important word, that is a ghost. Ghost is something you may think that it's like a very big matter, that is യക്ഷി പോലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗോസ്റ്റ് എന്ന് പറയും. പക്ഷേ ഗോസ്റ്റ് എന്നതിനെ വേർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇപ്പം സഡൻലി ഹി ഗോസ്റ്റ് ഓൾ ദ കമ്മ്യൂണിക്കേഷൻ. പെട്ടെന്നൊരാൾ അപ്രത്യക്ഷമാകുക അല്ലെങ്കിൽ എല്ലാം കട്ട് ഓഫ് ചെയ്യുക, അതിനാണ് അതായത് ഒരാളുമായുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ഓഫ് ചെയ്തു എന്ന് പറയുന്നതാണ് ഗോസ്റ്റ് എന്ന് പറയുന്നത്. ഡിസപ്പിയർ എന്നുള്ള മീനിങ് ആണ് ഗോസ്റ്റ് എന്ന വേർഡിന്. ഓക്കെ, അടുത്തൊരു ഇന്നത്തെ റായിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് അബിലിസം. എബിലിസം മീൻസ് ഇപ്പോൾ നമ്മൾ റേസിസം, സെക്സിസം, ഫെമിനിസം എന്നൊക്കെ കേൾക്കാറില്ലേ, അതുപോലെ ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് ഡിസേബിൾഡ് പീപ്പിൾ, ദാറ്റ് ഈസ് അബലിസം. എബലിസം. ഓക്കെ, ABLEISM, അബലിസം. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഈസ് റെക്കൺ. RECKON, റെക്കൺ. ബിലീവ് ഓർ തിങ്ക്, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് റെക്കൺ. I reckon that relationship is very beautiful. Okay, ഞാൻ വിശ്വസിക്കുന്നു. I believe, reckon. Next, an important word is gabble. Gabble means she was very nervous. She was gabbled in the interview. Gabble means to talk quickly and unintelligently. അതായത് ബുദ്ധിപൂർവ്വമല്ലാതെ വളരെ പെട്ടെന്ന് എന്താ പറയുന്നത് അറിയാതെ പറയുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ഗാബിൾ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വേർഡ്സ് മനസ്സിലാക്കുക. ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കൂടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലുള്ള എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നോക്കൂ ഏതൊക്കെ വാക്കുകളാണ് അവിടെ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കൂ. നോമോഫോബിയ, അബലിസം, സിറ്റുവേഷൻഷിപ്പ്, ഗോസ്റ്റ്, ക്ലിങ്, ഗിഗ്, എൽസ്വെയർ, ഡെലിബറേറ്റ്, കോർ ആൻഡ് റെക്കൺ. These words are very important and you can use it in your English conversation. And these words I also got from another class and through that another important media. Okay, വളരെ എനിക്ക് കുറേ വേർഡ്സുകൾ കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് ഈ വാക്കുകൾ. ഇത് നമ്മുടെ വൊക്കാബുലറിയിൽ വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അത് ഇതിൽ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഞാനിതിൻ്റെ ഏറ്റവും അവസാനം ഈ വാക്കുകളെല്ലാം ചേർത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ആ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ.